നിക്ക് കട്ട് ചെയ്യട്ടെ. ആ ഗോപി, ഇതെടുത്ത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. ശരി അമ്മേ. ആ, എല്ലാം നന്നായി. ശരി, ഇനി ഇതേ സന്തോഷത്തിൽ ഞാൻ ഒരു അനൗൺസ്മെന്റ് നടത്താൻ പോവുകയാണ്. അനൗൺസ്മെന്റോ? എന്താ അമ്മേ അത്? സുകന്യെ, അമ്മേ, ഇപ്പൊ നമ്മൾ രഘുവിന്റെയും രേഖയുടെയും കല്യാണ ദിവസത്തെ ഓർമ്മ പുതുക്കി. എല്ലാരും എത്ര സന്തോഷത്തിലാണെന്ന് നോക്കിയേ. കല്യാണം എന്നാൽ അതിന്റെ അർത്ഥം ജീവിതത്തിൽ നമ്മൾ പുതിയ ബന്ധങ്ങൾ തുടങ്ങുന്നു എന്നാണ്. നിന്റെ ജീവിതത്തിൽ ഇനി നീ മാത്രം ഒറ്റയ്ക്കല്ല, നിന്നോടൊപ്പം ഒരാൾ കൂടി ഉണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുന്നതാണ് വിവാഹം. നല്ല ബന്ധങ്ങൾ എപ്പോഴും നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ. ആ സന്തോഷം ഇനിയെങ്കിലും രവിക്കുണ്ടായാലേ പറ്റൂ. അമ്മേ, ആ, ഈ മാല ഞാൻ എന്റെ മരുമകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. സർ, ഇതെന്താണ് സർ? തുറന്നോക്കടോ, കാണാലോ. ഈ വർഷം കല്യാണം കഴിക്കുമെന്ന് രവി എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇത് ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. എല്ലാരും കേട്ടല്ലോ, ഈ മാല നമ്മുടെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് വരുന്ന ആ മൂത്ത മരുമകൾക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ ഈ മാല ഞാൻ ആർക്കാണോ കൊടുക്കുന്നത് അവളായിരിക്കും ഈ കുടുംബത്തിലെ മൂത്ത മരുമകളായ രവിയുടെ പെണ്ണ്. എന്താ രവി, നിനക്ക് സമ്മതമല്ല ഞാനീ പറയുന്നത്? ഗുഡ് ന്യൂസ് അമ്മേ. കമോൺ ചേട്ടായി. എല്ലാരും എന്താ മിണ്ടാതിരിക്കുന്നേ? ചേട്ടായി കല്യാണം കഴിക്കാൻ പോകുന്നു. ലെറ്റ്സ് സെലിബ്രേറ്റ് ഇറ്റ്. നോ പ്ലീസ്. അമ്മേ, ഇന്നത്തെ ഫംഗ്ഷൻ രഘുവിനും അനിയത്തിക്കുട്ടിക്കും ഉള്ളതാണ്. ഇന്ന് എന്റെ വിവാഹത്തെ കുറിച്ചുള്ള സംസാരം വേണ്ട പ്ലീസ്. അതൊക്കെ ഇനിയൊരു ദിവസം സംസാരിക്കാം നമുക്ക്. ദാറ്റ്സ് കറക്റ്റ്. ബ്രദർ ഇൻ ലോ പറഞ്ഞതാ ശരി.
ഇന്നത്തെ ദിവസം രഘുവിന്റെയും എന്റെയുമാ. ബൈ ദ ബൈ, എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് കേട്ടു. ബ്രദറിൻലോ ഒന്നും തന്നില്ലല്ലോ. സർപ്രൈസ്? യാ ബ്രദറിൻലോ, സാന്ദ്ര വാക്ക് പറഞ്ഞതാണല്ലോ. ബ്രദറിൻലോ എനിക്കെന്തോ സർപ്രൈസ് തരുമെന്ന്. സർ, അത് സർ വരാൻ ലേറ്റ് ആയപ്പോ. അതോ, ആക്ച്വലി ഞാൻ എന്ത് സർപ്രൈസ് തരണമെന്ന് കുറെ ആലോചിച്ചതാ. പക്ഷേ വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടിയില്ല എനിക്ക്. പിന്നീട് ആലോചിച്ചപ്പോ നിങ്ങൾക്ക് ഇനി ഞാൻ എന്ത് പ്രത്യേകിച്ച് ഗിഫ്റ്റും സർപ്രൈസ് നൽകാനാ? ഈ കാണുന്നതെല്ലാം രഘുവിനുള്ളതല്ലേ? ഏയ്, അത് കൊള്ളാം. ഉഴപ്പി പറഞ്ഞ് ബ്രദറിൻലോ ഞങ്ങളെ കളിപ്പിക്കുക അല്ലേ? ഗിഫ്റ്റ് വാങ്ങി തരാതെ ഇങ്ങനെ ജനറലായി പറഞ്ഞൊഴിയാൻ സമ്മതിക്കില്ല ഞാൻ. നമുക്ക് ഗിഫ്റ്റ് തന്നേ പറ്റൂ. ഏയ് രേഖ, നീ എന്തിനാ ചേട്ടായി വെറുതെ? യു കീപ് ക്വൈറ്റ്. അതുമല്ല, അമ്മ ഇപ്പോ ബ്രദറിൻലോയുടെ മാരേജ് പോലും അനൗൺസ് ചെയ്തത് കേട്ടല്ലോ. ഈ ഒരു സന്തോഷത്തിലെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫെയർ ബ്രദറിൻലോ. ഞാൻ സാന്ദ്ര പറഞ്ഞത് പ്രകാരം ബ്രദറിൻലോയെ വിശ്വസിച്ചു. ആ വിശ്വാസമാ ബ്രദറിൻലോ നശിപ്പിക്കുന്നത്. ഏയ്, ഒരിക്കലുമില്ല. വിശ്വാസം തകർക്കുന്ന ഒന്നും ചെയ്യില്ല ഈ രവിവർമ്മൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അനിത്യക്കുട്ടി, എന്ത് ഗിഫ്റ്റ് തരണമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ഡിസിഷനിലെത്താനാകുന്നില്ല. ഇനി അനിത്യക്കുട്ടി തന്നെ പറയും എന്താ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്. ടെൽമിനോ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ഗിഫ്റ്റ് ചോദിച്ചാലും തരുവോ ബ്രദറിൻലോ? എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. രവിചന്ദ്രവർമ്മന് കഴിയാത്തതായിട്ട് എന്താ ഉള്ളത്? ഇതും വളരെ ഈസിയാ ബ്രദറിൻലോയ്ക്ക്. ചോദിക്കട്ടെ ഞാൻ? ചോദിച്ചോളൂ, തന്നിരിക്കും. ശരി, എങ്കിലെനിക്ക് ബ്രദറിൻലോയുടെ സീക്രട്ട് റൂമിന്റെ കീ ആണ് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്. എന്താ, തരാൻ പറ്റുമോ? നാക്കിന് എല്ലില്ല എന്ന് കരുതി എന്തും ചോദിക്കാമെന്നാണ് നിന്റെ വിചാരം? ഗിഫ്റ്റ് എന്നും പറഞ്ഞ് ഇതാണോ ചോദിക്കുന്നത്? രവിക്ക് അവന്റേതായ സ്വകാര്യതകളുണ്ട്, അതാദ്യം നീ മനസ്സിലാക്കണം. സോറി, ഈ വീട്ടിൽ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ്, ഈക്വൽ. നമുക്കിടയിൽ യാതൊരു രഹസ്യമില്ലെന്ന് ഞാൻ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്താ ബ്രദറിൻലോയ്ക്ക് മാത്രം ഒരു സ്വകാര്യത? അല്ല, തൊട്ടു മുമ്പ് അമ്മ ബ്രദറിൻലോയുടെ മാരേജ് അനൗൺസ് ചെയ്തല്ലോ. അപ്പൊ നാളെ ബ്രദറിൻലോയുടെ ഭാര്യയായി വരുന്നവൾക്കും ഈ മുറിയിൽ കയറാനുള്ള അവകാശം ഉണ്ടാവില്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിന്റെ റൂമിൽ കയറാനുള്ള അവകാശം. മദറിൻലോ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? രേഖ, നിന്റെ സംസാരം കൂടി പോകുന്നു. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുന്നു നീ. രേഖ, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തിനാ എല്ലാവരും ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഞാനൊരു മുറിയുടെ ഒരു കീ ചോദിച്ചാൽ ഇപ്പൊ എന്താ എത്ര വലിയ തെറ്റ്? ബ്രദറിൻലോ അപ്സെറ്റ് ആവുമ്പോഴൊക്കെ ആ റൂമിൽ പോയിരിക്കും. ആ മുറിയിൽ എന്താ ഉള്ളതെന്ന് ഇവിടെ ആർക്കും അറിയേയില്ല. മദറിൻലോയും ബാലമാമയും ഇടയ്ക്ക് ആ റൂമിനെ കുറിച്ച്
രഹസ്യമായി എന്തോ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാ ഞാൻ ഈ ചോദിക്കുന്നത്. എന്താ അതിലുള്ളത്? ബ്രദറിൻലോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? ബ്രദറിൻലോ വലിയ സത്യസന്ധനാണെന്നാണ് എല്ലാവരും വീമ്പിളക്കാറുള്ളത്. അങ്ങനെ സത്യസന്ധനാണെങ്കിൽ എല്ലാ സത്യവും ഇപ്പൊ വിളിച്ചു പറയണം. ഇപ്പൊ ഈ നിമിഷം. രേഖ നിന്നെ അമ്മേ വേണ്ട. ചേട്ടായി, ഐ എം സോറി ചേട്ടായി. ഇവള് ബോധമില്ലാതെയാ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. ഐ എം വെരി വെരി സോറി. സോറി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കൂൾ. സോറി അമ്മേ. ഷോ, ഇപ്പൊ രാജാറാം സാറും ഇല്ലാതായിപ്പോയി. ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ നേരത്തെ രാജാറാം സാർ ഇത് എവിടെ പോയി കിടക്കുവാ? അപ്പോ അനിയത്തിക്കുട്ടിക്ക് വേണ്ടത് ആ റൂമിന്റെ കീ ആണ് അല്ലേ? ശരി, അത് തരാൻ ഞാൻ റെഡിയാണ്. Give me some time. That's all. ഇതെല്ലാത്തിനും കാരണം ഈ ഞാനാ. ആ രേഖയോട് സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? എല്ലാവർക്കും വേണ്ടി രാപകൽ പണിയെടുക്കുന്നവനാ രവി. ഇപ്പൊ ഓഫീസ് ജോലിയും പകൽ നിർത്തിവെച്ച് ഈ ഫംഗ്ഷന് വന്നപ്പോ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ശൂന്യമായ മുറിയുടെ കീക്ക് വേണ്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ കൊച്ചാക്കി സംസാരിച്ചു. മോശമായി പോയി രേഖ, ഇത് വളരെ വളരെ മോശമായി പോയി. രേഖ, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. ചേട്ടായിയോട് ഒരിക്കലും നീ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളെല്ലാരും വരൂ, നമുക്ക് ആഹാരം കഴിക്കാം. പ്ലീസ് കം, പ്ലീസ്. ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ശൂന്യമായ മുറിയുടെ കീക്ക് വേണ്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ കൊച്ചാക്കി സംസാരിച്ചു. മോശമായി പോയി രേഖ, ഇത്. മൈ ഗോഡ്, അത് ജസ്റ്റ് എംപ്റ്റി റൂമാണെന്നോ? അങ്ങനെയാണെങ്കിൽ ബ്രദറിൻലോയോട് ഞാൻ സംസാരിച്ചത് മുഴുവൻ സില്ലിയായി പോയല്ലോ. വേണ്ടായിരുന്നു.
അവിടെ നിൽക്കൂ. ആരെ കാണാനാണ്? ഞാൻ രവിചന്ദ്രവർമ്മനെ കാണണം. ഇവിടെയല്ലേ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കുന്നത്. ഞാൻ ആ ഫംഗ്ഷന് വന്നതാ. അദ്ദേഹം ക്ഷണിച്ചിരുന്നു. അമ്മ അകത്ത് എനിക്ക് വേണ്ടി കാത്തിരിക്കും. ഒരു മിനിറ്റ് വേണം. ഹലോ മാഡം, സെക്യൂരിറ്റിയാണ്. ഇവിടെ ഫംഗ്ഷന് പങ്കെടുക്കാൻ ഒരാൾ വന്ന് നിൽക്കുന്നു. രവിവർമ്മ സാർ വിളിച്ചിട്ട് വന്നതെന്നാ പറയുന്നത്. ഇവിടെ ഒരു ഫംഗ്ഷന് നടക്കുന്നില്ലെന്ന് പറയും. ഓക്കെ മാഡം. ശല്യം. മാഡം, ഇവിടെ ഒരു ഫംഗ്ഷനും നടക്കുന്നില്ല. മാഡം അഡ്രസ് തെറ്റി വന്നതായിരിക്കും. അല്ല, ഞാൻ ശരിയായ അഡ്രസ്സിൽ തന്നെയാ വന്നത്. ഇല്ല മാഡം, മാഡത്തിന് തെറ്റിയതായിരിക്കും. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കാതെ പോണം പ്ലീസ്. എങ്കിൽ എനിക്ക് ബ്രദർ ഇൻ ലോയുടെ സീക്രട്ട് റൂമിന്റെ കീ ആണ് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്. ശ്രീലക്ഷ്മി, ഹലോ ശ്രീലക്ഷ്മി. അയ്യോ സാറേ, ഇത് മോളല്ല, ഞാനാ സരോജം. ഓ സോറി, ശ്രീലക്ഷ്മി ഉണർന്നില്ല ഇതുവരെ? ഉണർന്നു സാറേ, ഉണർന്നു. അവള് വീട്ടിലേക്ക് പോയും കഴിഞ്ഞു. ഞങ്ങളും ഇനി അങ്ങോട്ടാ. വാസ്തവം പറഞ്ഞാലേ, ഞങ്ങൾ ഇവിടെ വന്നത് മോൾ അറിഞ്ഞിട്ടേയില്ല. ബോധം തെളിഞ്ഞപ്പോ അവൾ ഒറ്റയ്ക്കങ്ങ് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് സാറിന് ഫോൺ വിളിക്കാനാ ഞങ്ങൾ കരുതിയത്. അപ്പോഴേക്ക് ഇങ്ങോട്ട് വിളിച്ചു.